വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കണ്ടാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നേ അമ്മ മാഗിയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കുകയാണ്. അമ്മ അവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് സ്വന്തമായിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും ഇക്കാര്യം കഴിച്ചത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ബിസ്ക്കറ്റും ചായയാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം വെളിയിലോട്ട് നോക്കി നിന്നു. കാരണം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ അമ്മൂന് മുടിയൊക്കെ വെളിയിൽ പോയി നിന്ന് റോഡിൽ പോയി നിന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോഴേക്കും കുടുംബശ്രീയുടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇതാണ് ഈ വരുന്നത്. ചെണ്ടയും കൊട്ടും ബാൻഡ് മേളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വെളിയിൽ പോയിരുന്നാണ് ഫുഡ് രാവിലെ കഴിച്ചത് കേട്ടോ. രാവിലെ ഞാൻ കഴിച്ചത് പൊറോട്ടയും ബീഫ് കറിയാണ്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ പോയിരുന്നാണ് കഴിച്ചത്. അപ്പോൾ അക്കുട്ടനാണെങ്കിൽ മഴ നനയാനുള്ള കൊതി കൊണ്ട് പോയി തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് മഴ നനഞ്ഞോട്ടെ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നനഞ്ഞോളാൻ. അപ്പോഴേക്കും പിന്നെ ഉച്ചയായി. അപ്പോഴത്തേന് കറിയൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറണ്ട് ഇല്ല, മഴയായത് കാരണം. അപ്പോൾ ഉമ്മയാണ് ഈ കല്ലിനകത്ത് അരച്ച് അടിപൊളി കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മയുടെ കറി സ്പെഷ്യൽ ഞാൻ കാണിച്ചിട്ടായിട്ട്. ആദ്യം നല്ല അടിപൊളി ചോറ്, പിന്നെ കക്ക ഇറച്ചി തോരൻ കിടുക്കാച്ചിയാണ്. നമ്മുടെ ഇവിടെ ചെന്നൈ കക്ക ഇറച്ചി ഒന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ തൃക്കുന്നപ്പുഴയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കക്ക ഇറച്ചി കിട്ടാറുണ്ട്. പിന്നെ നല്ല അടിപൊളി ചീരത്തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്. പിന്നെ ഞാൻ എന്താ എടുത്തിട്ടുള്ളതെന്ന് കാണിച്ചില്ല കേട്ടോ. ഉമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. വറുത്തരച്ച് മീൻകറി വെച്ചതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച മീൻകറി. എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാം ഉമ്മയുടെ വറുത്തരച്ച മീൻകറി. പിന്നീട് ചക്കക്കുരുവും മാങ്ങായും എല്ലാം കൂടി ഇട്ട് ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. മുരിങ്ങക്കായും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ ഫിഷ് ഫ്രൈയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച്. അടിപൊളിയല്ലേ. മക്കൾ ഞാൻ നോക്കിയപ്പോൾ പുറത്ത് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിക്കുന്ന മഴയൊക്കെ കണ്ടോണ്ട് അപ്പോൾ എനിക്കും കൊതി വന്നു. ഞാനും ടേബിളിൻ്റെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് ഞാനും അവരുടെ കൂടെ വെളിയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റും മഴയും ഒക്കെ നല്ലൊരു വൈബാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പോവുകയാണ് കേട്ടോ. കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഇതെല്ലാം. ഒരു ഡാൻസും തിരുവാതിരയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയായത് കാരണം വിരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോൾ തുണി വിരിച്ചിട്ടാന്ന് വിചാരിച്ച് ഞാനും അമ്മും അക്കും കൂടെ മുകളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ പേര് നിറച്ചും എന്താണ് പേരയ്ക്ക ഒരുപാടുണ്ട്. അപ്പോൾ കിളി കൊത്തായിരിക്കാൻ വേണ്ടി ഇങ്ങനെ കവർ കെട്ടി ഇട്ടേക്കുവാണ്. വലിയ വലിയ പേരയ്ക്കയാണ്, ഒരുപാടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള അടിപൊളി പേരയ്ക്കയാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലമാണ് കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലമാണ് ആ കാണുന്നത്. അവിടെ ആഞ്ഞിൽച്ചക്ക കിളിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതുണ്ട്. ആഞ്ഞിൽച്ചക്കയാണത്. ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? തൃക്കുന്നപ്പുഴ അതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ആ അമ്പലം ഉള്ളത്. ഞാൻ എന്തേ കാണിച്ചു തരാം. നന്നായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ പിന്നെ ഉമ്മാടെ അടുത്ത് വന്ന് കടയിൽ വന്നിരിക്കുമായിരുന്നു. കിച്ചു ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ഇക്കാണ്. അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പം ഈ മഴയൊക്കെ പെയ്തത് കാരണം ഈ നമ്മുടെ വീട്ടിലെ പൂവൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയുണ്ട്, പൂവും ചെടികളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അമ്മു സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. അമ്മു ചോദിക്കുന്നത് എന്നോട് എന്തിനാ അമ്മ ഇതൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ച് ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും സുഖിയനുണ്ട്, ബോണ്ട ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, കിണ്ണത്തപ്പം ഉണ്ട്. എല്ലാം മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ എല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായയുമായിട്ട് ഞങ്ങൾ അപ്പോഴും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ പുറത്തോട്ട് മഴ പെയ്യുന്നത് കാരണം അവിടെ ഇരുന്ന് കഴിക്കാൻ. അങ്ങനെ ഞാനും കിച്ചു അക്കു അമ്മു ഇക്ക ഞങ്ങൾ എല്ലാവരുടെ പുറത്ത് വരുന്ന ചായയും കുടിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രസമല്ലേ. പിന്നീട് മക്കൾക്ക് ഐസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കുട എടുത്തുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി മേടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ അവർ പോയി ഐസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ റൂമിനകത്തിരുന്ന് കഴിക്കുകയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ്, ഇടിവെട്ടി മഴയാണ്. ഞങ്ങൾ അകത്തിരുന്ന് ഐസ് കഴിക്കുക. ഈ മഴയത്തും തണുപ്പത്തും ഐസൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക വൈബല്ലേ. അത് എനിക്കും ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും മക്കളോട് എൻജോയ് ചെയ്തിരുന്ന് റൂമിനകത്തിരുന്ന് ഐസ് കഴിക്കുകയാണ്. കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പം ഒരു ആമക്കുട്ടൻ കയറി നമ്മുടെ വീടിനകത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.